ഏത് സോപ്പ് യൂസ് ചെയ്യണം, ഏത് പൗഡർ യൂസ് ചെയ്യണം, ഏത് മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യണം. നോർമലി കുഞ്ഞുങ്ങൾക്ക് പൗഡർ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പൗഡർ കുഞ്ഞുങ്ങൾക്ക് ഇൻഹലേഷൻ അലർജനാണ്. പിന്നെ പൗഡർ പോയിട്ട് ഹെയർ ഫോളിക്കിൾസിനെ ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്, സ്കിൻ കളക്ഷൻസ് വരും. അപ്പോൾ ഗൈഡ് ലൈൻസ് അനുസരിച്ച് പൗഡർ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല. നോർമലി കുഞ്ഞുങ്ങൾക്ക് സോപ്പ് യൂസ് ചെയ്യും, സിൽഡഡ് ബാസ് യൂസ് ചെയ്താൽ മതിയാകും. മോയ്സ്ചറൈസിങ് ലോഷൻസ് അല്ലെങ്കിൽ ക്രീംസ് യൂസ് ചെയ്യുന്ന കുഴപ്പങ്ങളൊന്നുമില്ല. അത് സ്കിന്നിൻ്റെ മോയ്സ്ചറൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. വെളിച്ചെണ്ണ തേച്ച് കുഞ്ഞിനെ കുളിപ്പിക്കാമോ? ധൈര്യമായിട്ട് വെളിച്ചെണ്ണ തേച്ച് കുളിപ്പിക്കാം. കഴിവതും സൺഫ്ലവർ ഓയിൽ, സാഫ്ലവർ ഓയിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസ് ഒക്കെ പറയുന്നത് ഈവൻ ഒലിവ് ഓയിൽ പോലും യൂസ് ചെയ്യേണ്ട എന്നുള്ളതാണ്. സാധാരണഗതിയിൽ കുഞ്ഞുങ്ങളെ നമ്മുടെ നാടൻ വെന്ത വെളിച്ചെണ്ണ തേച്ച് കുളിപ്പിക്കാം. പിന്നെ നമ്മുടെ നാട്ടിൽ മഞ്ഞളെണ്ണ അല്ലെങ്കിൽ ലാക്ഷാതി, നാൽപ്പാമരാതി അങ്ങനെ പലതരത്തിലുള്ള മെഡിക്കേറ്റഡ് ഓയിൽസ് യൂസ് ചെയ്ത് കുളിപ്പിക്കാറുണ്ട്. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന വെള്ളം നോർമൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിപ്പിക്കാവുന്നതാണ്. നമ്മൾ വെള്ളം ദേഹത്ത് കുഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലൊന്ന് ഇറ്റിച്ച് നോക്കുകയും ചെയ്താൽ മതിയാകും. തണുത്ത വെള്ളത്തിൽ പതിയെ കുഞ്ഞ് കംഫർട്ടബിളായി കഴിയുമ്പോൾ നോർമൽ വെള്ളത്തിലാണെങ്കിലും കുളിപ്പിക്കാവുന്നതാണ്. ചൂടുവെള്ളം വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതോടൊപ്പം ചിലർ ചോദിക്കേണ്ട പനിക്കുറുക്കിൽ തുളസിയിലും ഒക്കെ ഇട്ടിട്ട് വെള്ളം അതങ്ങനെ കുളിപ്പിക്കാവുന്നതാണ്. ഈവൻ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ട വെള്ളത്തിൽ കുളിപ്പിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അത് അരിച്ചെടുത്തിട്ട് കുളിപ്പിച്ചാലും മതി. പക്ഷേ ഒരു സാധനം കുഞ്ഞിൻ്റെ ദേഹത്തിട്ട് ഒരയ്ക്കാൻ പാടുള്ളത്, ഒരു ഇലകളോ ഒന്നും ഇട്ട് ദേഹത്ത് ഒരയ്ക്കാൻ പാടില്ല. ബിക്കോസ് ന്യൂബോൺ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട്.